ഹലോ എവ്രി വൺ, നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. സെക്ഷൻ 1.4 റിക്കേർഷൻ. റിക്കേർഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യമാണ്. റിക്കേഴ്സീവ് അല്ലെങ്കിൽ റിക്കേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റിംഗ് എന്നുള്ള മീനിങ് അല്ലേ, റെപ്പിറ്റീഷൻ എന്നുള്ള മീനിങ്ങാണ് വരുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ പ്രോബ്ലംസ് തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ റിക്കേർഷൻ ഫോർമുലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാട്ടോ. അപ്പോൾ റിക്കേർഷൻ ഫോർമുലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, സം വാല്യൂസ് വിൽ ബി റിപ്പീറ്റിംഗ്. അപ്പോൾ എന്താണ് അവിടെ റിപ്പീറ്റ് ചെയ്യണത്, എങ്ങനെയാണ് ഇങ്ങനെ റെപ്പിറ്റീഷൻ ഉള്ള ഫോർമുലാസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ റിക്കേർഷൻ ഫോർമുലയിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു റിക്കേർഷൻ ഫംഗ്ഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം വേണ്ടത് ഒരു ബേസിസ് സ്റ്റെപ്പാണ്, പിന്നെ വേണ്ടത് ഒരു റിക്കേർസീവ് സ്റ്റെപ്പാണ്. ഇപ്പോൾ നമ്മൾ PMI യൂസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വേണ്ട ബേസിസ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ഫോം ചെയ്യണം എന്നുള്ളതായിരുന്നു. ആൻഡ് സെക്കൻഡ് ഉള്ളത് അവിടെ ഇൻഡക്റ്റീവ് സ്റ്റെപ്പായിരുന്നു, ഇവിടെ നമുക്ക് റിക്കേർസീവ് സ്റ്റെപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ബേസിസ് സ്റ്റെപ്പിൽ സെയിം ആണ്, നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷൻ ഫോം ചെയ്യണം. ഒന്ന് കൂടുതൽ ഇനീഷ്യൽ കണ്ടീഷൻസ് വേണമെങ്കിൽ ഫോം ചെയ്യാം. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് ഫോം ചെയ്യുന്നതാണ് ബേസിസ് സ്റ്റെപ്പിൽ ഉണ്ടാവുക. റിക്കേർസീവ് സ്റ്റെപ്പിൽ നമ്മൾ ഫോം ചെയ്യുന്നത് ഒരു റിക്കേർഷൻ ഫോർമുലയാണ്. ഇനി അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. റിക്കേർഷൻ ബേസിസ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് സം f(a)+1 f(a+k-1) ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ കാണുകയാണ്. ഇനി റിക്കേർഷൻ സ്റ്റെപ്പിൽ nth ടേമിനെ നമ്മളതിന് മുമ്പുള്ള വാല്യൂസിൻ്റെ ടേംസിൽ ഡിഫൈൻ ചെയ്യുന്ന പോലെ നമ്മൾ റിക്കേർഷൻ സ്റ്റെപ്പ് എപ്പോഴും ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ AP പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ nth ടേമിനെ നിങ്ങൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത്, സം an is equal to a plus n-1 into d എന്ന് എഴുതിയത് ഓർമ്മയില്ലേ? സ്കൂൾ ലെവലിൽ 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. AP nth ടേമിനെ നമ്മൾ a plus n-1 into d എന്ന് എഴുതും. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമാണ്, n എന്ന് പറയുന്നത് nth ടേമിലെ ഈ n എന്താണോ ആ വാല്യൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല തന്നിട്ടുണ്ട്. ഇതിനെ തന്നെ നമുക്ക് സാധാരണ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം a വരും, അടുത്ത ടേം a plus d വരും, അടുത്ത ടേം a plus 2d വരും, അങ്ങനെ എക്സെട്ര nth ടേമാണ് നമ്മൾ a plus n-1 into d എന്ന് പറയുക അല്ലേ. ആണല്ലോ, ഇങ്ങനെയാണല്ലോ പഠിച്ചത്. അപ്പോൾ ഇതിൽ നോക്കിയേ, ഇപ്പോൾ a plus n-1 into d. ഇപ്പോൾ ഞാൻ ഈ രണ്ട് ടേം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം പ്ലസ് d എന്ന് എഴുതിക്കൂടെ, ആൻഡ് തേർഡ് ടേമിനെ എനിക്ക് സെക്കൻഡ് ടേം പ്ലസ് d എന്ന് എഴുതിക്കൂടെ. അതേപോലെ nth ടേമിനെ എനിക്ക് എങ്ങനെ എഴുതാം, an-1 പ്ലസ് d എന്ന് എഴുതിക്കൂടെ. കാരണം an-1ഉം an തമ്മിൽ ഡിഫറൻസ് വരിക ഈ കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ an-നെ എനിക്ക് ആക്ച്വലി an-1 പ്ലസ് d എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ. ഇതൊരു റിക്കേർഷൻ ഫോർമുലയാണ്. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ റെപ്പിറ്റീഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ തന്നെ ഇപ്പോൾ an കാണാൻ എനിക്ക് സത്യത്തിൽ അതിന് തൊട്ട് മുമ്പുള്ള an-1ൻ്റെ വാല്യൂ കിട്ടിയാൽ മതി അല്ലേ. അപ്പോൾ അതല്ലേ അതിൻ്റെ മീനിങ് വരുന്നത്. d എന്താണെന്നുള്ളതും അറിയണം, an-1 എന്താണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് an-ൻ്റെ വാല്യൂ, ഏത് n-നും എനിക്ക് an-ൻ്റെ വാല്യൂ കാണാൻ കഴിയും. അപ്പോൾ an-1 കാണാൻ ഞാൻ എന്താ ചെയ്യുക, an-1ൻ്റെ തൊട്ട് മുന്നത്തെ ആളെ അറിയണം. an-2 പ്ലസ് d എന്ന് എഴുതാം, an-1നെ പ്ലസ് ഈ ഒരു ഡിയും കൂടി ഉണ്ട്, അപ്പോൾ സോ പ്ലസ് ഡിയും കൂടി വരും അല്ലേ. ഇനി an-2നെ കാണാൻ എന്താ ചെയ്യുക, an-3 പ്ലസ് d എന്ന് എഴുതാം, പ്ലസ് ഈ 2dയും കൂടി വരും. അപ്പോൾ അത് an-3 പ്ലസ് 3d എന്ന് എഴുതാം അല്ലേ. അതേപോലെ an-3 കാണണമെങ്കിൽ എനിക്ക് an-4 പ്ലസ് d എന്ന് എഴുതാം, പ്ലസ് 3d പറയുമ്പോൾ മൊത്തത്തിൽ 4d ആവും. അപ്പോൾ ഒന്ന് നോക്കിയേ, an-1ൻ്റെ വാല്യൂ കാണണമെങ്കിൽ അപ്പോൾ ഞാൻ എവിടെ പോകണം, an-2 കാണാൻ പോകണം, an-2 കാണണമെങ്കിൽ an-3 കാണാൻ പോകണം, എക്സെട്ര. ഇത് എവിടെയാണ് പോയി അവസാനിക്കുക, ഇതിനൊരു ടെർമിനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു ടേമും കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ അത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറില്ല, നമുക്ക് റിക്കേർഷൻ ഫോർമുല കാണാനേ അധികം വേണ്ടി വരുള്ളൂ. ഇത് എവിടെ പോയി അവസാനിക്കണോ എന്നുള്ളതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ല. സോ ടെർമിനൽ സ്റ്റെപ്പ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറില്ല. ഈ രണ്ട് സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഇതിങ്ങനെ പോയി അവസാനം ഫസ്റ്റ് ടേമിൽ എത്തി നിൽക്കുമ്പോഴല്ലേ ഇത് തീരുള്ളൂ. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡായി ഇങ്ങനെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂനെയാണ് നമ്മൾ റിക്കേർഷൻ ഫോർമുലയിലേ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് വാല്യൂസിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഫോർമുലാസിനെ, അതായത് nth ടേമിനെ അതിന് മുമ്പുള്ള ടേംസിൽ എങ്ങനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ റിക്കേർഷൻ ഫോർമുല എന്ന് പറയുക. ഈ റിക്കേർഷൻ ഫോർമുലയിൽ ഈ ഒരു വാല്യൂവിനെ കാണാൻ വീണ്ടും നമ്മൾ ആ റിക്കേർഷൻ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സോൾവിങ് യൂസിങ് എ റിക്കേർഷൻ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂസ് ഇങ്ങനെ കണ്ടു പോയി അതിൻ്റെ എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ജനറൽ ഫോർമുല കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അതുപോലത്തെ പ്രോബ്ലം നമ്മൾ ചെയ്യും, പേടിക്കണ്ട. അപ്പോൾ ഇങ്ങനത്തെ ഫോർമുലാസിനെയാണ് നമ്മൾ റിക്കേർഷൻ ഫോർമുല എന്ന് പറയാം. ഇങ്ങനെ ഒരു റെപ്പിറ്റീഷൻ വരുന്ന തരത്തിലുള്ള ഫോർമുലാസിനെയാണ് നമ്മൾ റിക്കേർഷൻ ഫോർമുല എന്ന് പറയാം. ഇനി അത് ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കൺസെപ്റ്റ് ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ഇതാണ്.
ഡിഫൈൻ റിക്കേഴ്സീവ്ലി ദ ഫാക്ടോറിയൽ ഫംഗ്ഷൻ എഫ്. ഫാക്ടോറിയൽ ഫംഗ്ഷനെ ഇങ്ങനെ ഒരു റിക്കേഴ്സീവ് ഡെഫിനിഷൻ ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫാക്ടോറിയൽ ഫംഗ്ഷനെ നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഏതൊരു വാല്യൂ n എടുത്താലും n ഫാക്ടോറിയലിലേക്ക് മാപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഫംഗ്ഷൻ അല്ലേ. സോ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെയാണ് അവർ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞത്. സോ എഫ് ഓഫ് n ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ഫാക്ടോറിയൽ ഫംഗ്ഷൻ എന്ന് പറയാം. n ഫാക്ടോറിയൽ എന്നൊക്കെ പറഞ്ഞാൽ ഫാക്ടോറിയലിൻ്റെ വാല്യൂ അറിയാമല്ലോ അല്ലേ. നിങ്ങൾ പെർമ്യൂട്ടേഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഫാക്ടോറിയൽ എന്താണെന്നുള്ളത്. ആൻഡ് NCR എന്നുള്ള പറഞ്ഞ വാല്യൂസ് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഫാക്ടോറിയൽ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഫാക്ടോറിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതൊരു വാല്യൂവിനെയും അതിൻ്റെ ഫാക്ടോറിയലിലേക്ക് മാപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഫംഗ്ഷനാണ്. ഇതിൻ്റെ നോർമൽ ഡെഫിനേഷൻ ഇതാണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ റിക്കേഴ്സീവ് ഡെഫിനേഷൻ കണ്ടുപിടിക്കാനാണ്. സോ ഇതിൻ്റെ മുമ്പുള്ള വാല്യൂസായിട്ട് നമുക്കിതിൻ്റെ ഒരു റിലേഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ഫോർമുല ഇതിനു വേണ്ടി കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്യുക? ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സ്റ്റെപ്പാണ് ഉള്ളത്. ഒന്ന് ബേസിസ് സ്റ്റെപ്പ് കാണണം, പിന്നെ ഒരു റിക്കർഷൻ ഫോർമുലേറ്റ് ചെയ്യണം. ബേസിസ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളത് 0 തൊട്ടുള്ള വാല്യൂസിനാണ്. എഫ് ഓഫ് 0 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? 0 ഫാക്ടോറിയൽ വിച്ച് ഇസ് 1. അപ്പോൾ എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതിനെ നമുക്ക് ബേസിസ് സ്റ്റെപ്പായിട്ട് എടുക്കാം. ഒരു ഇനീഷ്യൽ കണ്ടീഷൻ കിട്ടിയല്ലോ. അപ്പോൾ ബേസിസ് സ്റ്റെപ്പായി. ഇനി നമുക്ക് റിക്കർഷൻ ഫോർമുല ക്രിയേറ്റ് ചെയ്യണം. റിക്കർഷൻ ഫോർമുല ക്രിയേറ്റ് ചെയ്യാൻ ഒന്നുമില്ല, കുറച്ച് വാല്യൂസ് ഇങ്ങനെ റാൻഡമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ടാണ് ഈ ഫോർമുല പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് 0 ഇപ്പോൾ ഫോർമുലേറ്റ് ചെയ്തു. ഇനി എഫ് ഓഫ് 1 നോക്കാം. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താ വരിക? 1 ഫാക്ടോറിയൽ വരും. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 2 ഫാക്ടോറിയൽ വരും. 2 ഫാക്ടോറിയൽ എനിക്ക് എങ്ങനെ എഴുതാം? 2 എന്ന് എഴുതാം അല്ലേ. 2 × 1 എന്ന് എഴുതാം. ഇതിനെ 1 × 1 എന്ന് എഴുതാമല്ലോ. അങ്ങനെ എഴുതുന്ന റീസൺ ഉണ്ട് കേട്ടോ, പറഞ്ഞുതരാം. എഫ് ഓഫ് 3 ഇസ് ഈക്വൽ ടു ഇതേപോലെ 3 ഫാക്ടോറിയൽ വരും. അതിന് നമുക്ക് 3 × 2 × 1 എന്ന് എഴുതാമല്ലോ. എഫ് ഓഫ് 4ന് 4 ഫാക്ടോറിയൽ എന്നാണ് കിട്ടുക. അതിന് 4 × 3 × 2 × 1. n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് അങ്ങനെ കാണാമെന്നുള്ളത് അറിയാമല്ലോ അല്ലേ. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n × n - 1 × n - 2 × എക്സെട്ര × 2 × 3 × 3 × 2 × 1 എന്ന് പറഞ്ഞിട്ട് പോകും. ഇങ്ങനൊരു വാല്യൂ ആണ് n ഫാക്ടോറിയലിന് വരിക. അപ്പം അത് വെച്ചിട്ട് നമുക്ക് വാല്യൂസ് ഫോർമുലേറ്റ് ചെയ്യാം. ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ റിക്കർഷൻ ഫോമിലേക്ക് പോകാൻ നോക്കാം. ഓക്കെ, അപ്പോൾ എക്സെട്ര എഫ് ഓഫ് n എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണ്, വിച്ച് ഇസ് n × n - 1 × എക്സെട്ര × 3 × 2 × 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്ക്, നമുക്കിതിനെ മുമ്പുള്ള വാല്യൂസിൻ്റെ ടേംസിലാണ് എഴുതേണ്ടത് അല്ലേ. സോ ഇതിനെ ഞാൻ 1 × ഈ 1ന് പകരം ഞാൻ എഫ് ഓഫ് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? കാരണം എഫ് ഓഫ് 0യും 1 ആണ്. സോ എനിക്കിതിനെ 1 × എഫ് ഓഫ് 0 എന്ന് എഴുതാം. അതേപോലെ ഇവിടെ 2ന് ഞാൻ ഫിക്സ് ചെയ്തു, എന്നിട്ട് ഈ 1ന് പകരം എഫ് ഓഫ് 1 കൊടുക്കുകയാണ്. ഇവിടെ അതേപോലെ 3ന് ഞാൻ ഫിക്സ് ചെയ്തു. 2 × 1 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടല്ലോ, തൊട്ട് മുമ്പത്തെ വാല്യൂസിൻ്റെ ടേംസിലാട്ടോ നമ്മൾ എഴുതുക. അപ്പോൾ 2 × 1 അപ്പോഴല്ലേ നമുക്ക് റിക്കർഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ an-നെ an - 1ൻ്റെ ടേംസിൽ എഴുതി. അപ്പോൾ an - 1 എന്ന് പറയുന്നത് an - 2ൻ്റെ ടേംസിലാണ്. അപ്പോഴാണ് നമുക്ക് റിക്കർഷൻ ഫോർമുല കിട്ടുക. അപ്പോൾ തൊട്ട് മുമ്പത്തെ വാല്യൂൻ്റെ ടേംസിലേക്കാണ് നമ്മൾ എഴുതുന്നത്. സോ ഇതിനെ 3 × 2 × 1ന് പകരം എനിക്ക് എഫ് ഓഫ് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ ഇവിടെ 4നെ ഫിക്സ് ചെയ്താൽ 3 × 2 × 1 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. അതിന് നമുക്ക് എഫ് ഓഫ് 3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജനറൽ ആയിട്ട് എനിക്ക് എന്തെഴുതാം? ഇവിടെ n-നെ ഫിക്സ് ചെയ്താൽ ബാക്കിയുള്ള വാല്യൂ എഫ് ഓഫ് n - 1 വരും. അപ്പോൾ ഇതായിരിക്കും എഫ് ഓഫ് n എന്ന് പറയുന്നതിനെ n × എഫ് ഓഫ് n - 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ കാണാൻ നമ്മൾ ഇതേപോലെ തിരിച്ച് പോയാലേ നമുക്ക് വാല്യൂ കാണാൻ പറ്റുള്ളൂ. ഇതായിരിക്കും n ഫാക്ടോറിയലിൻ്റെ എഫ് ഓഫ് n ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയലിൻ്റെ റിക്കർഷൻ ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എഫ് ഓഫ് n ഇസ് ഈക്വൽ ടു n × എഫ് ഓഫ് n - 1 എന്നെഴുതുന്നതാണ് ഫാക്ടോറിയൽ ഫംഗ്ഷൻ്റെ റിക്കേഴ്സീവ് ഫോർമുല എന്ന് പറയുന്നത്. ബേസിസ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 1 എന്നെടുത്തതായിരുന്നു. പിന്നെ കുറച്ച് വാല്യൂസ് ഫോർമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ജനറൽ വാല്യൂയിലേക്ക് പോകുക ചെയ്തത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഹാൻഡ് ഷേക്ക് പ്രോബ്ലം. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ. ഇത് നമ്മൾ ഈ ഒരു ഹാൻഡ് ഷേക്ക് പ്രോബ്ലത്തിന് നമ്മളൊരു റിക്കർഷൻ ഫോർമുല ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം പ്രോബ്ലം എന്താണെന്ന് നോക്കാം. The handshake problem. There are n guests at a party. Each person shakes hands with everybody else exactly once. Define recursively the number of handshakes h of n made. അപ്പോൾ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്സിനെയാണ് h of n എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്.
റിക്കേഴ്സീവായിട്ട് ഒരു ഡെഫിനേഷൻ ഈ എച്ച് ഓഫ് എന്നിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താ ചെയ്യുക? n ഗെസ്റ്റ്സ് ഉണ്ട് മൊത്തം ഒരു പാർട്ടിയിൽ എന്നാണ് പറഞ്ഞത്. നമുക്ക് റിക്കർഷൻ ഫോർമുല ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തുടക്കത്തിൽ എന്ത് വേണം? ഒരു ബേസിസ് സ്റ്റെപ്പ് വേണം, അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ വേണം. അപ്പോൾ എച്ച് ഓഫ് 1 എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യാം. എച്ച് ഓഫ് 1 എന്താ വരിക? എച്ച് ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ആൾക്കാർ ഉള്ള ഒരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഹാൻഡ് ഷേക്സ് എത്ര ഉണ്ടാക്കിയോ അത്രയുമാണ് ഈ എച്ച് ഓഫ് n എന്ന് പറയുന്നത് അല്ലേ? മൊത്തം n ആൾക്കാരുള്ള പാർട്ടിയാണെന്നുണ്ടെങ്കിൽ എത്ര ഹാൻഡ് ഷേക്സ് ഉണ്ടാക്കിയോ അതായിരിക്കും എച്ച് ഓഫ് n എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിൽ എത്ര പേരേ ഉള്ളൂ? ഒരൊറ്റ ആളേ ഉള്ളൂ. ഒരൊറ്റ ആൾ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഒരു പാർട്ടിക്ക് പോയതെങ്കിൽ എനിക്ക് തന്നെ ഹാൻഡ് ഷേക്ക് കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എച്ച് ഓഫ് 1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ ഹാൻഡ് ഷേക്സ് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള മീനിങ് വരും. ഇനി നമുക്ക് റിക്കർഷൻ ഫോർമുല ക്രിയേറ്റ് ചെയ്യണം. റിക്കർഷൻ ഫോർമുല ക്രിയേറ്റ് ചെയ്യാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആ പാർട്ടിയിലുണ്ടെന്ന് വിചാരിക്കാം. എക്സ് ഒന്നും വേണ്ട. ആക്ച്വലി ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് ആ പാർട്ടിക്ക് പോയതെന്ന് കരുതുക. നിങ്ങൾ കൂടാതെ n-1 ആൾക്കാരും കൂടി ആ പാർട്ടിയിലുണ്ട്. അപ്പോൾ മൊത്തം n ആൾക്കാരുള്ള പാർട്ടിയിലാണ് പോയിട്ടുള്ളത്. അതിലൊരാൾ നിങ്ങളാണ്. അപ്പോൾ ബാക്കി അവിടെ n-1 ആൾക്കാരും കൂടി ആ പാർട്ടിക്ക് നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നിങ്ങളിപ്പോൾ ആ n-1 ആൾക്കാർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമല്ലോ. അപ്പം എല്ലാവരുമായിട്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ n-1 ആൾക്കാർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. അപ്പോൾ മൊത്തം എത്ര ഹാൻഡ് ഷേക്ക് നിങ്ങൾ ഉണ്ടാക്കും? മൊത്തം n-1 ഹാൻഡ് ഷേക്ക് നിങ്ങൾ ഒരാൾക്ക് n-1 ഹാൻഡ് ഷേക്സ് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ബാക്കിയുള്ള n-1 ആൾക്കാരും കൂടി എത്ര ഹാൻഡ് ഷേക്സ് കൊടുത്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഓഫ് n എനിക്ക് ഡിഫൈൻ ചെയ്തൂടെ? അപ്പോൾ മൊത്തം എത്ര ഹാൻഡ് ഷേക്സ് ഉണ്ടാക്കിയെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ എന്ന് പറഞ്ഞ, അതായത് നിങ്ങളെന്ന് പറഞ്ഞ ഒരാൾ n-1 ഹാൻഡ് ഷേക്സ് മൊത്തം കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഇനി ബാക്കിയുള്ള n-1 ആൾക്കാർ എത്ര ഹാൻഡ് ഷേക്സ് കൊടുത്തു എന്നുള്ളത് അറിഞ്ഞാൽ മതി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എച്ച് ഓഫ് n എന്ന് പറയുന്നത് n ആൾക്കാരുള്ള ഒരു പാർട്ടിയിൽ അവർ തമ്മിൽ എത്ര ഹാൻഡ് ഷേക്സ് കൊടുത്തു എന്നുള്ളതിൻ്റെ എണ്ണമാണ്. അപ്പോൾ n-1 ആൾക്കാരാണ് ഉള്ളതെങ്കിൽ n-1 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ഹാൻഡ് ഷേക്സ് കൊടുത്തു എന്നുള്ളതിൻ്റെ എണ്ണം എന്തായിരിക്കും? എച്ച് ഓഫ് n-1 ആയിരിക്കും അല്ലേ? കാരണം ഈ ആളുമായിട്ടുള്ള ഹാൻഡ് ഷേക്ക് നമ്മളിവിടെ ഓൾറെഡി കൗണ്ട് ചെയ്തു. അപ്പം പിന്നെ nth ആളെ ഇനി കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി n-1 ആൾക്കാർ മാത്രമേ പാർട്ടിയിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ട് ചെയ്തൂടെ? അപ്പോൾ മൊത്തം എച്ച് ഓഫ് n-1 ഹാൻഡ് ഷേക്സ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എച്ച് ഓഫ് എന്നിനെ ഇപ്പോൾ എച്ച് ഓഫ് n-1ൻ്റെ ടേംസിൽ നമ്മൾ എഴുതി. ഇനിയിപ്പോൾ എച്ച് ഓഫ് n-1 കാണണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എച്ച് ഓഫ് n-2ൻ്റെ ടേംസിൽ നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ ഇത് നമുക്കൊരു റിക്കർഷൻ ഫോർമുല ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ ഫോർമുലേറ്റ് ചെയ്യാൻ മാത്രമേ ഈ പ്രോബ്ലം ചോദിച്ചിട്ടുള്ളൂ. ഇനി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എക്സാമ്പിൾ 1.20 ചോദിക്കുന്നുണ്ട്. അപ്പം പിന്നെ അതും കൂടി ചെയ്തിട്ട് നമ്മൾ എക്സാമ്പിൾ 1.19 പോകാം. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത വാല്യൂ എച്ച് ഓഫ് n-1 എന്താണെന്നുള്ളത് നോക്കണം അല്ലേ? എച്ച് ഓഫ് n-1 എന്താ കിട്ടുക? എച്ച് ഓഫ് n എന്ന് പറയുന്നത് എച്ച് ഓഫ് n-1 പ്ലസ് n-1 ആണെന്നുണ്ടെങ്കിൽ ഈ n-ൻ്റെ പൊസിഷനിൽ n-1 കൊടുത്താൽ എനിക്ക് എച്ച് ഓഫ് n-1 കിട്ടില്ലേ? അപ്പോൾ എന്താ വരിക? എച്ച് ഓഫ് n-1 വിൽ ബി n-1 -1 എന്നുള്ള ടേം വരും അല്ലേ? അപ്പോൾ എച്ച് ഓഫ് n-1 എന്ന് പറഞ്ഞാൽ n-2 പ്ലസ് n-2 വരും. പ്ലസ് ഈ ഒരു n-1 ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ എച്ച് ഓഫ് n-2 നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ഓഫ് n-3 പ്ലസ് n-3 പ്ലസ് n-2 പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഇനി അടുത്തത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് എത്തുക? എച്ച് ഓഫ് 1 വരെ പോകൂല്ലേ? കാരണം എച്ച് ഓഫ് 1 0 ആണ്. എച്ച് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉണ്ടാവുക 1 ആയിരിക്കും. n-3ൻ്റെ കൂടെ 1 അല്ലേ n-3 അല്ലേ ഉണ്ടായിരുന്നത്. സോ 1 വരും. 1 കഴിഞ്ഞാൽ n-3 പ്ലസ് 1 അവിടെ വാല്യൂ വരുന്നത്. സോ 2 വരും, 3 വരും, എക്സെട്ര ഏത് വരെ വരും? n-2 പ്ലസ് n-1 വരെ വരും. ഓക്കെ. എച്ച് ഓഫ് 1 എന്ന് പറയുന്നത് 0 ആയിരുന്നു. സോ ഇത് 0 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n-1 വരെ വരും. ഓക്കെ. അപ്പോൾ 1 തൊട്ട് ഫസ്റ്റ് n ഇൻഡിജർ വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് n × n+1/2 എന്നുള്ളൊരു ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ nth ടേം വരെയല്ല n-1th ടേം വരെയുള്ളത്. സോ n × n+1/2. സോ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n-ന് നമ്മൾ n × n+1/2 എന്ന് പറഞ്ഞ ഫോർമുല പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് അത് പ്രൂവും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതും അതേപോലെ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ
n-1 ടേമേ ഉള്ളെങ്കിൽ ഈ n-ന് പകരമൊക്കെ എന്ത് റീപ്ലേസ് ചെയ്താൽ മതി? n-1 റീപ്ലേസ് ചെയ്താൽ മതി. സോ n-1 ഇൻറ്റു n-1 പ്ലസ് 1 വരും. n-1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ n വരും, ഡിവൈഡ് ബൈ 2. അതായത് n ഇൻറ്റു n-1 ബൈ 2. ഇതായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ വരിക. സോ n ആൾക്കാരുള്ള ഒരു പാർട്ടിയിൽ എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ഷെയ്ക്ക് ഹാൻഡ്സിൻ്റെ എണ്ണം n ഇൻറ്റു n-1 ബൈ 2 ആയിരിക്കും. ഇത് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തത് ഫസ്റ്റ് ഒരു റിക്കർഷൻ ഫോർമുല ഫോർമുലേറ്റ് ചെയ്തിട്ട് അതിനകത്തു നിന്നാണ് നമ്മൾ ഈ സൊല്യൂഷൻ കണ്ടുപിടിച്ചത്. സോ സോൾവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫോർമുല എക്സ്പാൻഡ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കാം. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ലെജൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ്. അക്കോർഡിംഗ് ടു എ ലെജൻഡ്, at the beginning of creation, God stacked 64 golden discs on one of 3 diamond pegs on a brass platform in the temple of Brahma at Benares. The priests on duty were asked to move the discs from peg X to peg Z using Y as an auxiliary peg under the following conditions. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 3 പെഗ്സ് ഉണ്ട്, എക്സ് വൈ ആൻഡ് സെഡ്, അതായത് 3 സ്റ്റാൻഡ്സ് അല്ലെങ്കിൽ റോഡ്സ് ഉണ്ട്. ഈ റോഡ്സിൻ്റെ മേലെ 64 ഗോൾഡൻ ഡിസ്ക്സ് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നും ഡിഫറെൻറ്റ് സൈസാണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. വലുതെന്ന് തുടങ്ങി ചെറുതിലേക്ക് പോകുന്നുണ്ട് അല്ലേ, മേലോട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ തന്നെ ഈ വൈനെ ഓക്സിലറി പെഗായിട്ട് യൂസ് ചെയ്തിട്ട് ഇതിനെയൊക്കെ ഇപ്പുറത്തോട്ട് സ്റ്റാക്ക് ചെയ്യണം. അതായത് ഇതേ ഫോമിൽ സെഡിൽ സ്റ്റാക്ക് ചെയ്യാനാണ് നമുക്ക് ഡ്യൂട്ടി തന്നിട്ടുള്ളത്. അതിൽ 2 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ അങ്ങോട്ട് വെച്ചാൽ പോരാ. ഓൺലി 1 ഡിസ്ക് ക്യാൻ ബി മൂവ്ഡ് അറ്റ് എ ടൈം. അപ്പോൾ അറ്റ് എ ടൈം ഇതിൽ നിന്ന് ഒരാളെയെ മാറ്റി വെക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നോ ഡിസ്ക് ക്യാൻ ബി പ്ലേസ്ഡ് ഓൺ ടോപ്പ് ഓഫ് എ സ്മോളർ ഡിസ്ക്. അതായത് ഇയാളെ എടുത്തിട്ട് ഞാൻ ഇവിടെ വെച്ചു, എന്നിട്ട് അടുത്ത ആളെ അതിൻ്റെ മേലോട്ട് വെക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഇത് ചെറുതല്ലേ, ചെറുതിൻ്റെ മേലെ എനിക്ക് അതിനേക്കാളും വലുതിനെ സ്റ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ചെറിയ ഡിസ്കിൻ്റെ മേലെ അതിനേക്കാളും വലിയ ഒരാളെ സ്റ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് കണ്ടീഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതിപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, ഇത്രയേ ഉള്ളൂ, ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് അടുക്കണം, അത്രയേ ഉള്ളൂ. അതിനൊരു റിക്കർഷൻ ഫോർമുല നമ്മളോട് കാണാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു റിക്കർഷൻ ഫോർമുല കാണുന്നതിന് മുമ്പ് ഈ പ്രോബ്ലം ഒരു 4 ഡിസ്ക് വെച്ചിട്ട് ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടല്ലോ. അവർ ഫസ്റ്റ് റോഡ് എന്നുള്ളത് 3rd റോഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ 2nd റോഡ് ഓക്സിലറി ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എക്സ് എന്ന് പറഞ്ഞിട്ടൊരു റോഡുണ്ട് അല്ലെങ്കിൽ പെഗുണ്ട്, ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓക്സിലറി പെഗുണ്ട്. അത് യൂസ് ചെയ്തിട്ട് സെഡിലേക്ക് നമ്മൾ ഈ റോഡ്സിനെ അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ ഡിസ്കിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ പ്രോബ്ലം പറയുന്നത്. നമ്മളോട് ഇതൊന്നും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് ഇതിനൊരു റിക്കർസീവ് ഫോർമുല കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിനൊരു റിക്കർസീവ് ഫോർമുല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ സപ്പോസ് n ഗോൾഡൻ സ്റ്റാക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗോൾഡൻ ഡിസ്ക്സ് ഉണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യാണ് കേട്ടോ. n ഗോൾഡൻ ഡിസ്ക്സ് ആണ് എൻ്റെ കയ്യിലുള്ളതെന്ന് കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റിക്കർഷൻ ഫോർമുല ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം എന്ത് വേണം? ഒരു ബേസ് സ്റ്റെപ്പ് വേണം അല്ലേ. അപ്പോൾ ബേസ് സ്റ്റെപ്പിന് നമുക്ക് ഇപ്പോൾ n1 ആവുന്ന കേസിൽ എന്താ സംഭവിക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് n ഗോൾഡൻ ഡിസ്ക്സ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതിന് എത്ര സ്റ്റെപ്പ് വേണം ഇത് മൂവ് ചെയ്യാൻ എന്നുള്ള പോലെയല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇതിന് എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്നുള്ളതിനെ ഇപ്പോൾ bn സ്റ്റെപ്സ് ആണുള്ളതെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ bn സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ n ഗോൾഡൻ ഡിസ്ക്സ് ഉണ്ട്, അതിനെ എക്സ് എന്ന് വേണ്ട ഏതെങ്കിലും ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് with taking the 3rd road as an auxiliary road നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ bn സ്റ്റെപ്സ് വേണം. അതായത് ഇപ്പോൾ എക്സ് എന്ന് ഫസ്റ്റ് നമ്മൾ വൈയിലേക്ക് സ്റ്റാക്ക് ചെയ്തിട്ടാണ് പിന്നെ സെഡിലേക്ക് സ്റ്റാക്ക് ചെയ്തത്. അപ്പോൾ എക്സ് എന്ന് വൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഞാൻ സെഡിനെ ഓക്സിലറി പെഗായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ bn സ്റ്റെപ്സ് വരും. അതേപോലെ വൈ എന്നതിനെ സെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ എക്സിന് ഓക്സിലറി റോഡായിട്ട് യൂസ് ചെയ്യും.
അപ്പോൾ അവിടെയും വീണ്ടും BN സ്റ്റെപ്സ് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാനാണ് കേട്ടോ. ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് തേർഡ് റോഡിനെ ഓക്സിലറി റോഡായിട്ട് കൺസിഡർ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന നമ്പർ ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ BN സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് BN എന്ന് പറഞ്ഞ വാല്യൂ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബേസിസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ് n = 1 ആവുമ്പോൾ, അതായത് ഒരൊറ്റ ഡിസ്കേ ഉള്ളൂ കയ്യിൽ. ഇവിടെ ഒരൊറ്റ ഡിസ്കേ ഉള്ളെങ്കിൽ, ഇപ്പോൾ എക്സിൽ ഇപ്പോൾ ഇവിടെ ഒരൊറ്റ ഡിസ്ക് മാത്രമേ ഉള്ളെങ്കിൽ ഇതിനെ സെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എനിക്ക് എത്ര സ്റ്റെപ്പ് മതി? ഇതിനെ ചുമ്മാ എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ BN എന്ന് പറയുന്നത് അല്ലെങ്കിൽ B1 എന്ന് പറയുന്നത് 1 ആയിരിക്കും അല്ലേ? അപ്പോൾ എക്സിലുള്ള ഈ ഒരു പെർട്ടിക്കുലർ റോഡിനെ സെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പ് മതി. അപ്പോൾ B1 എന്ന് പറയുന്നത് 1 ആണെന്നുള്ളത് പറയാം. ഓക്സിലറി റോഡിനൊന്നും നമ്മളവിടെ യൂസ് ചെയ്തിട്ട് തന്നെയല്ല, ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ബേസിസ് വാല്യൂ നമുക്ക് കിട്ടി, ഇനീഷ്യൽ കണ്ടീഷൻ കിട്ടി, B1 1 ആണെന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് BN ജനറൽ ആയിട്ടൊരു ഫോർമുലയാണ് അല്ലേ? അപ്പോൾ BN നമ്മൾ എന്ത് വെച്ചിട്ടാണ് എഴുതണ്ടേ? തൊട്ട് മുമ്പത്തെ BN-1 യൂസ് ചെയ്തിട്ടാണ് എഴുതണ്ടേ അല്ലേ? അപ്പോൾ ഒന്ന് നോക്കിയേ, എങ്ങനെയാണ് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? നിങ്ങളിപ്പോൾ ആ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒരു 3 ഡിസ്കും കൂടി ഞാൻ അടുക്കുകയാണെന്ന് കരുതിക്കോളും. ഇപ്പോൾ മൊത്തം ഇതിൽ N ഡിസ്ക്സ് ഉണ്ടെന്ന് കരുതുക. N ഡിസ്ക്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഈ 3 ഡിസ്കിനെ ഇവർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ലാസ്റ്റ് വണ്ണിനെ ഡയറക്റ്റ് സെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നായിട്ട് അതിൻ്റെ മേലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ പോകുമ്പോൾ ഒന്ന് നോക്കിയേ, ഇപ്പം മൊത്തം N, അത് 4 എണ്ണം ഉള്ളപ്പോഴായിരുന്നു, മൊത്തം N ഡിസ്ക്സാണ് ഉള്ളതെങ്കിൽ മേലുള്ള N-1 എണ്ണത്തിനെ ഞാൻ ആദ്യം Yയിലേക്ക് സ്റ്റാക്ക് ചെയ്യാണ്. അപ്പോൾ N-1 എണ്ണത്തിനെ Yയിലേക്ക് സ്റ്റാക്ക് ചെയ്യാണ്, സെഡിനെ ഓക്സിലറി റോഡായിട്ട് കീപ്പ് ചെയ്തിട്ട്. അപ്പോൾ N-1 ഡിസ്കിനെ Yയിലേക്ക് സ്റ്റാക്ക് ചെയ്യുമ്പോൾ എത്ര സ്റ്റെപ്പ് വേണ്ടി വരും? BN-1 സ്റ്റെപ്പ് വേണ്ടി വരും അല്ലേ? ആൻഡ് ഇപ്പോൾ അത് N-1 ടേംസ് ഇവിടെയാണ് ഉള്ളത്. ആൻഡ് പ്ലസ് ഈ ഒരു റോഡിന്, ഈ ലാസ്റ്റത്തെ റോഡ് മാത്രമല്ല അപ്പോൾ ബാക്കി ഉണ്ടാവുള്ളൂ, ഈ 3 ആൾക്കാരെയും നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അതായത് ഈ N-1 റോഡ്സിനെ ഡിസ്ക്സിനെ നമ്മൾ Yയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ലാസ്റ്റത്തെ ഒരു ഡിസ്ക് മാത്രം ബാക്കി ഉണ്ടാവും. ഈ ഡിസ്കിനെ ഡയറക്റ്റ് എനിക്ക് സെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരൊറ്റ സ്റ്റെപ്പ് മതി. ഇനി Yയിലുള്ള N-1 ഡിസ്കിനെ ഇനി എനിക്ക് സെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനെ സെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എനിക്ക് എക്സിനെ ഓക്സിലറി റോഡായിട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ Yയിൽ നിന്ന് സെഡിലേക്ക് എക്സിനെ ഓക്സിലറി റോഡായിട്ട് കീപ്പ് ചെയ്ത് നമ്മൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ എത്ര സ്റ്റെപ്പ് വരും? വീണ്ടും N-1 ഡിസ്കിനെയാണ് ഞാൻ മൂവ് ചെയ്യണത്. അപ്പോൾ BN-1 സ്റ്റെപ്സ് വരും. അപ്പോൾ മൊത്തം എത്രയാണ് വരിക? 2BN-1 + 1 സ്റ്റെപ്സ് മൊത്തം ഫോം ചെയ്യും. ക്ലിയർ ആയി എന്ന് കരുതുന്നു. N ഡിസ്ക്സ് ആണുള്ളത്. അതിൽ N-1 എണ്ണത്തിനെ ഞാൻ ആദ്യം Yയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. N-1 ഡിസ്കിനെ ട്രാൻസ്ഫർ ചെയ്യാൻ BN-1 സ്റ്റെപ്സ് ആവശ്യമാണ്. ആൻഡ് ഇവിടെ ലാസ്റ്റത്തെ nth ഡിസ്ക് ബാക്കിയുണ്ട്, അതിനെ എനിക്ക് ഡയറക്റ്റ് സെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതിനൊരു സ്റ്റെപ്പ് വേണം. ഇനി N-1 ഡിസ്ക് ഇപ്പോൾ ഉള്ളത് Yയിലാണ്, അപ്പോൾ അതിനെ സെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വീണ്ടും BN-1 സ്റ്റെപ്പ് വേണം. സോ 2BN-1 + 1 സ്റ്റെപ്സ് മൊത്തം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ BN എന്ന് പറഞ്ഞ റിക്കേഴ്സീവ് ഫോർമുല നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ BN-1 നിന്ന് BN-2 കാണാൻ ഇതേമാതിരി നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ റിക്കേർഷൻ ഫോർമുല വരിക. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് BN എങ്ങനെ എഴുതാം? when n is equal to 1 it will be 1, and for n is equal to അല്ല, n greater than or equal to 2 it will be 2BN-1 + 1. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്കേർഷൻ ഫോർമുല വരിക. ഈ റിക്കേർഷൻ ഫോർമുല ഫോർമുലേറ്റ് ചെയ്യാനായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്ന് നമ്മുടെ 1.4 സെക്ഷൻ ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം അടുത്ത സെക്ഷൻ പഠിക്കാം കേട്ടോ. താങ്ക് യു.